വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ അത് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ടെസ്റ്റിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാമാണ്. ഞാൻ ആദ്യത്തെ 4 ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടും തന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാം വാരി വലിച്ച് ഞാൻ തന്നിട്ടില്ല, പ്രധാനപ്പെട്ടത് നോക്കി എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി കാണുമെന്നും പഠിച്ച് കാണുമെന്നും ഒക്കെ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. പഠിക്കേണ്ട കുഞ്ഞുങ്ങളെ, 2 ആഴ്ചയുടെ കഴിയുമ്പോൾ നമുക്ക് എക്സാമാണ്. അതുകൊണ്ട് വൃത്തിയായിട്ട് പഠിക്കണം. എല്ലാം കണ്ടുകൊണ്ടിരുന്നാൽ പോരാ, എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ലെറ്റ്സ് അസസ് എന്ന് കണ്ടിട്ടുണ്ടോ? ടെസ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ കണ്ടിട്ടുണ്ടോ? ലെറ്റ്സ് അസസ്, അതായത് വിലയിരുത്താം എന്നാണ് അതിൻ്റെ മലയാളം. അപ്പോൾ അതിൻ്റെ 1ാമത്തെ ചോദ്യം എന്താ കുഞ്ഞുങ്ങളെ? ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന നിങ്ങൾ തിരഞ്ഞെടുക്കുക. 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടോ? നോക്കിയേ, ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. അതായത് നിങ്ങൾ വീടുകളിൽ തന്നെ നിർമ്മിക്കാം, അല്ലെങ്കിൽ കൂടുതൽ അളവിൽ വേണം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയക്കാരുണ്ടെങ്കിൽ എടുത്ത് നോക്കണേ. എന്ന് വെച്ചാൽ എന്താണ്? വീടുകളിൽ തന്നെ നമുക്ക് നിർമ്മിക്കാമെന്ന്. 2, കൂടുതൽ അളവിൽ അത് വേണമെന്നും. 3ാമത്തെ, മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നുവെന്നും. 4ാമത്തെ, നിശ്ചിത ഘടകം മാത്രമായിട്ട് നൽകാൻ കഴിയില്ല എന്നുമാണ്. ഇംഗ്ലീഷ് മീഡിയക്കാരൻ എൻ്റെ മലയാളം കണ്ടോ? ABCD എന്ന്. അപ്പോൾ ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ 3ാമത്തെയാണ്, മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു എന്നാണ് കേട്ടോ. എങ്ങനെ എഴുതാം നമുക്ക് അതിനെ ഇംഗ്ലീഷിൽ? ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡസ് നോട്ട് സ്യൂട്ട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ എന്താ? വളമാണ് അല്ലേ? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ജൈവ വളമാണ് കേട്ടോ. അപ്പോൾ അതിന് ഏതൊക്കെയാണ്? ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് ഹോം, റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, പിന്നെ ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ, കനോട്ട് അപ്ലൈ ദ റിക്വയർഡ് കോമ്പോണൻറ്റ്സ് എലോൺ എന്നാണ്. അപ്പോൾ ഇതിനകത്തിൽ ഏതാണ്? മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു, അതായത് ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ കേട്ടോ. അതിലേതാ? C ആണ്. C ടിക്കിടണേ. അവനവൻ്റെ, അതായത് മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും അതിൻ്റെ C ആണ് കേട്ടോ. മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്താ? ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത 2ാമത്തെ എന്താണ്? 2ാമത്തെ ഒരു ചാർട്ടാണ്. അതായത് താഴെ തന്നിരിക്കുന്നത് ഉചിതമായ രീതിയിൽ പൂരിപ്പിക്കാൻ കണ്ടോ. അതായത് 1ാമത്തെ എപ്പിക്കൾച്ചർ, ക്യൂണിക്കൾച്ചർ, സെറികൾച്ചർ, പിസികൾച്ചർ, ഇവയൊക്കെയാണ്. ഇതിൻ്റെ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. കാരണം എന്താണ്ട് ഒരു കണ്ടോ, ഈ ഫ്ലോ ചാർട്ട് നല്ലതുപോലെ പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകൂ. ഇതിനകത്ത് നിന്ന് എങ്ങനെ പോലും 2 മാർക്കിൻ്റെ ചോദ്യം ഇതിനകത്തിലുണ്ട് കേട്ടോ. തേനീച്ച വളർത്തുന്നതിന് എപ്പിക്കൾച്ചർ, മുയൽ വളർത്തുന്നതിന് ക്യൂണിക്കൾച്ചർ, കൂണ് കൃഷി ചെയ്യുന്നതിന് മഷ്റൂം കൾച്ചർ, കോഴി കൃഷിക്ക് പോൾട്രി ഫാമിങ്, കന്നുകാലി വളർത്തലിന് എന്താ? ലൈവ് സ്റ്റോക്ക് ഫാമിങ്, മത്സ്യകൃഷി ചെയ്യുന്നതിനാണ് പിസികൾച്ചർ, പട്ടുനൂൽപ്പുഴു വളർത്തുന്നതിന് സെറികൾച്ചർ, പുഷ്പങ്ങൾ അല്ലേ, പൂക്കൾ എന്നതിന് ഫ്ലോറികൾച്ചർ. ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനകത്തിൽ ഏതെങ്കിലും ഒരു 2 എണ്ണം നമുക്ക് ചോദിക്കും കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷും ഇതൊക്കെ തന്നെ കുഞ്ഞുങ്ങളെ. ഇതിനകത്തിൽ ഏതാ? മത്സ്യകൃഷിക്ക് മാത്രമേ ഉള്ളൂ എന്താ വേറെ എല്ലാ. കാരണം വെച്ചാൽ എപ്പിക്കൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? തേനീച്ച വളർത്തലിനാണ് എപ്പി എന്നൊക്കെ ക്ലൂ ഓർത്തോണം. എപ്പിക്കൾച്ചർ എന്ന് വെച്ചാൽ റിയറിങ് ഓഫ് ഹണി ബീസ് കേട്ടോ, തേനീച്ച വളർത്തൽ. അപ്പോൾ അത് നേരെ ഞാനിങ്ങനെ എഴുതിയേക്കുക, നിങ്ങൾക്ക് ഇനി അതങ്ങ് എഴുതിയാൽ മതി. ക്യൂണിക്കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ക്യൂണിക്കൾച്ചർ എന്ന് വെച്ചാൽ റിയറിങ് ഓഫ് റാബിറ്റ്, മുയലിനെ വളർത്തുന്നതിനെയാണ് ക്യൂണിക്കൾച്ചർ. സെറികൾച്ചർ എന്ന് വെച്ചാൽ എപ്പോഴും ഓർത്തണം, റിയറിങ് ഓഫ് സിൽക്ക് വാം, പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതിനെയാണ് സെറികൾച്ചർ. സെറികൾച്ചർ, സിൽക്കും സെറിയും കൂടെ നിങ്ങൾ ആ ക്ലൂ ഒക്കെ വെച്ച് പഠിക്കണം കേട്ടോ. പിന്നെ പിസികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മത്സ്യം വളർത്തുക. പിസികൾച്ചർ എന്ന് വെച്ചാൽ റിയറിങ് ഓഫ് ഫിഷ്, അതായത് മത്സ്യം വളർത്തൽ. ഇതിനകത്ത് 4 എണ്ണയെ നിങ്ങൾക്ക് ആ ബാക്കി തന്നിട്ടുള്ളതിലും ബാക്കിയും കൂടെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഈ 4 എണ്ണയെ തന്നിട്ടുള്ളതുകൊണ്ട് അങ്ങനെയല്ല, നമ്മൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് ഇത് മസ്റ്റായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഈ 8 എണ്ണം പഠിച്ചിട്ട് വേണം പോകാൻ കേട്ടല്ലോ. ഇനി അടുത്ത ചിത്രത്തിൽ കാണുന്ന പതിവയ്ക്കൽ രീതിയുടെ പേരെന്താണ്? നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഇത് കണ്ടോ ദാണ്ട് ഈ ചിത്രം. ഇത് ദാണ്ട് വേര് കിടക്കുന്നുണ്ടോ? ഇവിടെ ഒരു A കൊടുത്തിട്ടുണ്ട്. ദാണ്ട് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ ഒരു B ഉണ്ട്, C ഉണ്ട്. അപ്പം നമ്മളോട് ചോദിച്ചു നോക്കിക്കേ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പതിവയ്ക്കൽ രീതിയുടെ പേരെന്താണ്? 1ാമത്തത്, ചിത്രത്തിൽ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെയറിംഗ് ഷോൺ ഇൻ ദ ഫിഗർ. ഏതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? നോക്കിക്കേ. ഇവിടെ ഇതിനെന്തോ കുഞ്ഞുങ്ങളെ പറഞ്ഞത്? നാഗപതിവയ്ക്കൽ എന്നാണ്. എൻ്റെ വേര് കണ്ടോ? ഇത് കണ്ടോ? പാമ്പിൻ്റെ കുട്ടി ഇങ്ങനെ പോയി കൊണ്ടുവയ്ക്കുക കേട്ടോ. എന്താ? നാഗപതിവയ്ക്കൽ. അതിനെ സെർപെൻറ്റൈൻ ലെയറിങ് എന്നാണ്. ഇംഗ്ലീഷ് എന്താണ്? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, സെർപെൻറ്റൈൻ ലെയറിങ്. അത് എഴുതി വെക്കണേ, നാഗപതിവയ്ക്കൽ. ഓക്കെ ആണോ? ഇനി ആ 3 എണ്ണം ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി അതിൻ്റെ തന്നെ B ഉണ്ട്. B ചോദിച്ചു നോക്കിയേ. വൈ ലെയറിങ് ഇൻ ദീസ് വേ അറ്റ് വിച്ച് പൊസിഷൻ ഷുഡ് വി കട്ട് ദ പ്ലാന്റ്, A, B or C? അതായത്
ഈ രീതിയിൽ പതിവയ്ക്കുമ്പോൾ ചിത്രത്തിൽ കാണിച്ച ABC എന്നീ സ്ഥലങ്ങളിൽ എവിടെയാണ് നമ്മൾ മുറിക്കേണ്ടത്? നമ്മൾ എപ്പോഴും എവിടെ ഇട്ടാവും നിങ്ങളെ മുറിച്ചുകൊണ്ട് പോകുന്നത്? ഈ പടം നോക്കിയിട്ട് നിങ്ങൾ പറയാം. എന്താ നിങ്ങളെ ഈ രീതിയിൽ പതിവയ്ക്കുക ലെയറിങ് അല്ലേ? നിങ്ങൾ ABC എന്നീ സ്ഥലങ്ങളിൽ എവിടെയാണ് ഇത് മുറിച്ച് വെക്കുന്നത്? എവിടെയായിരിക്കും? എവിടെയാ? ബി എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ കമ്പ് മുറിച്ചല്ലേ നമ്മൾ നടുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ വേര് പിടിതുകൊണ്ട് പോവാണോ? അല്ല, കമ്പ് മുറിച്ചാണ് നമ്മൾ നടുന്നതെന്ന് എപ്പോഴും ആ ക്ലൂ ഓർക്കണം. അടുത്ത 4ാമത്തെ ചോദ്യം നോക്കിക്കേ, അതും ചിത്രം നോക്കൂ എന്നുള്ളതാണ്. നോക്കിയേ, A, B എന്നിവയിൽ സയൻ എന്താണ്, സ്റ്റോക്ക് എന്നിവ ഏതാണെന്ന് തിരിച്ചറിയാൻ. ഇതെന്താണ്? ഇത് കമ്പാണ് അല്ലേ? കമ്പ് ഇല എല്ലാം കൂടെ പറക്കി വെച്ചേക്കുക. ഇതോ വേരോടുകൂടി ഒരു ചെറിയ പ്ലാന്റ്സ് ഇരിക്കുക അല്ലേ? അപ്പോൾ ഇതിനകത്തിൽ ഏതാണ് സയൻ, ഏതാണ് സ്റ്റോക്ക്? ഏതായിരിക്കും നിങ്ങൾ? ഐഡന്റിഫൈ സ്റ്റോക്ക് ആൻഡ് സയൻ. സയൻ എന്ന് വെച്ചാൽ എപ്പോഴും എന്താ? കമ്പ് അല്ലേ? നമ്മൾ പഠിച്ചത് എന്താണ്? സയനും സ്റ്റോക്കും. കമ്പാണ്. അപ്പോൾ A ആണ് എന്താ? സയൻ. B എന്തായിരിക്കും? സ്റ്റോക്ക്. എന്ന് വെച്ചാൽ അത് ഫുള്ള് വേരുൾപ്പെടെ ഫുള്ളുള്ളതായിരിക്കും എന്താ? സ്റ്റോക്ക്. ഇനി അത് തിരിഞ്ഞു പോവല്ലേ? നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസറിനകത്തൊക്കെ പഠിച്ചതാ. നോക്കി അടുത്ത, നാടൻ മാവില് ഈ മൽഗോവയുടെ കമ്പ് ഒട്ടിക്കുക. നമ്മൾ ഒട്ടിക്കുക അല്ലേ? അതൊക്കെ പഠിച്ചില്ലേ? നാടൻ മാവില് മൽഗോവയുടെ കമ്പ് ഒട്ടിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? എന്താ നിങ്ങളെ ചോദ്യം കാണുന്നുണ്ടോ? ബിയുടെ ഇംഗ്ലീഷ് മീഡിയക്കാർ കണ്ടോ? 4ാമത്തെ ബിയുടെ ചോദ്യമാണ്. ഈ നാടൻ മാവില് മൽഗോവ മാങ്ങ ഉണ്ടല്ലോ, അതില് കമ്പ് ഒട്ടിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? അതിൻ്റെ പ്രയോജനം വെച്ചാൽ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് അറ്റാച്ചിങ് ദ സ്റ്റെം ഓഫ് മൽഗോവ ടു ദ ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ? അല്ലേ ക്വസ്റ്റ്യൻ. മൽഗോവ ഈസ് അറ്റാച്ചിങ് ടു ദ ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ. വി ഗെറ്റ് ബിഗ് സ്വീറ്റ് മാംഗോസ്. ഇംഗ്ലീഷുകാരാണ് ഇത് എഴുതിയെടുക്കണേ. മൽഗോവ ഈസ് അറ്റാച്ചിങ് ടു ദ ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ. വി ഗെറ്റ് ബിഗ് സ്വീറ്റ്സ് മാംഗോസ്. എഴുതിയെടുക്കണേ നിങ്ങൾ. അതായത് നടമാവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരുന്നതാണ് ഈ മൽഗോവ. അധികം പരിചരണം ഒന്നും ആവശ്യമില്ല. അതിനെ ഇടയ്ക്കിടയ്ക്ക് എന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. മൽഗോവ നല്ല മധുരമുള്ളതും വലിപ്പമുള്ളതും ഗുണമേന്മ ഉള്ളതുമായ ഫലം നമുക്ക് തരുന്നുമുണ്ട്. അതാണ് മൽഗോവ മാവിൻ്റെ പ്രത്യേകത കേട്ടോ നിങ്ങളെ. നമ്മുടെ മാവിൽ നന്നായിട്ട് അത് വളരുകയും ചെയ്യും. അധികം പരിചരണം ആവശ്യമില്ല. മൽഗോവ മധുരമുള്ളതും വലിപ്പമുള്ളതും ഗുണമേന്മയുള്ളതുമായ ഫലം നമുക്ക് തരുന്നുണ്ടെന്ന്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത C ചോദ്യം നോക്കിയേ. നാടൻ മാവിൻ്റെ കമ്പ് തന്നെ ഒട്ടിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മുടെ ഈ നാടൻ മാവിൻ്റെ കമ്പില്ലേ, അതിൽ നമ്മളെന്താ ഈ നാടൻ മാവിൻ്റെ തന്നെ കമ്പ് ഒട്ടിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തോ കുഴപ്പമില്ല. നാടൻ മാവിൻ്റെ കമ്പ് തന്നെ ഒട്ടിക്കാൻ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കുഞ്ഞുങ്ങളെ. ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. പിന്നെ ഗ്രോ വെൽ ഇൻ അവർ സോയിൽ, റിക്വയർഡ് ലിറ്റിൽ കെയർ. എന്ന് വെച്ചാൽ എന്താ? ഏർലി ഫ്ലവറിങ്, നേരത്തെ തന്നെ അത് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. ഏർലി ഫ്ലവറിങ്, നേരത്തെ പൂക്കുകയും കായ്ക്കും. നേരത്തെ എന്ന് വെച്ചാൽ അത് വെളുപ്പിനെ എണീച്ചാണ്. അതിനൊരു പരുവുണ്ടല്ലോ. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യേണ്ട. അതിൻ്റെ കുറച്ച് ദിവസങ്ങളിൽ മുമ്പേ തന്നെ അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗ്രോ വെൽ ഇൻ അവർ സോയിൽ, നമ്മുടെ മണ്ണിൽ ഇത് നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. പിന്നെ റിക്വയർഡ് ലിറ്റിൽ കെയർ, നമ്മൾ ഈ നേരത്തെ മൽഗോവയുടെ കാര്യം പറഞ്ഞില്ല, അത് തന്നെ ഓർത്താൽ മതി. മണ്ണിൽ കുറച്ച് മാത്രം പരിചരണം മതിയെന്ന്. മനസ്സിലായോ ഞങ്ങൾ? ആ മൽഗോവയുടെ ക്വസ്റ്റ്യൻ ആൻസർ അറിയുന്നവർക്ക് ഇതൊക്കെ എങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അറിയാൻ വയ്യാന്നും പറഞ്ഞ് ഒരിക്കലും ഇരിക്കല്ലേ. അടുത്ത 5ാമത്തെ ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ നിങ്ങളെ. 5ാമത്തെ കീടനിയന്ത്രണത്തിന് സ്വീകരിക്കാവുന്ന വിവിധ മാർഗങ്ങൾ പട്ടികപ്പെടുത്തി ഓരോ മാർഗവും ഓരോ ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കുക. കീടനാശിനിയെ കുറിച്ച് അത് നിങ്ങളുടെ ടെസ്റ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ. 3 മെത്തേഡാണ് നമുക്ക് പെസ്റ്റ് കൺട്രോൾ. കീടനിയന്ത്രണം എന്ന് വെച്ചാൽ പെസ്റ്റ് കൺട്രോൾ. ഇംഗ്ലീഷുകാർ കേട്ടോണ്ടോ നിങ്ങൾ? പെസ്റ്റ് കൺട്രോൾ. അപ്പോൾ അതിനകത്തിൽ 3 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. 1 ബയോളജിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ ജൈവ നിയന്ത്രണം. 2 മെക്കാനിക്കൽ കൺട്രോൾ അതായത് യാന്ത്രിക നിയന്ത്രണം. 3 പെസ്റ്റിസൈഡ്സ് അതായത് ജൈവ കീടനാശിനികൾ കേട്ടോ. ഈ 3 മെത്തേഡുമാണ്. അത് ഓൾറെഡി നമ്മുടെ ടെസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കാണ്. ഏതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പഠിച്ചുകൂടായോ? ഞങ്ങളെ 3 രീതിയിലാണ് നമുക്ക് പറയുന്നത് അല്ലേ? ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? 1 ബയോളജിക്കൽ കൺട്രോള്, 2 രണ്ടാമത്തേതാ മെക്കാനിക്കൽ കൺട്രോള്, 3ാമത്തത് പെസ്റ്റിസൈഡ് അല്ലേ? അതൊക്കെ നല്ലപോലെ അറിയണമായിട്ട് കേട്ടോ. അതെന്ത് ചെയ്യുങ്ങളെ അങ്ങ് കണ്ടില്ല. ഓക്കെ, അതെ പെസ്റ്റ് ജൈവ നിയന്ത്രണം, അതായത് വട്ടച്ചാഴിയുടെ ഒക്കെ കണ്ടോ എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്ര കീടമാണ് ട്രൈക്കോഗ്രാമ. ഇതുപോലെയുള്ള തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ഇത്തരം കീടനിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം. ഒന്നിനെ തിന്ന് അങ്ങ് തീർന്നു, അത്രേ ഉള്ളൂ. കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം മിത്രകീടങ്ങളും നശിക്കുന്നു. അതാണ് ജൈവ
എന്താ നിയന്ത്രണം അല്ലേ, ബയോളജിക്കൽ. എന്നാൽ യാന്ത്രിക നിയന്ത്രണം എന്ന് വെച്ചാലോ ചില ഇനം പച്ചക്കറികളുടെ കായ്കളെ നശിപ്പിക്കുന്ന ഒരുതരം സ്വർണ്ണ നിറമുള്ള ഈച്ചയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവയെ നശിപ്പിക്കാനുള്ള ഒരു സൂത്രം പരിചയപ്പെടാം. ഒരു പിടി തുളസിയില ചതച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വെക്കുക. അല്പനേരം കഴിഞ്ഞ് ഈ പ്ലേറ്റ് നിരീക്ഷിക്കൂ. ഈ തുളസിയിലയുടെ മണം മൂലം ഈ സ്വർണ്ണ നിറത്തിലുള്ള ഈച്ചകൾ പ്ലേറ്റിൽ വരുന്നത് നമുക്ക് കാണാം. ഇവയെ നശിപ്പിക്കുന്നത് വഴി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുകയും നമുക്ക് ചെയ്യാം. ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ അല്ലെ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. ഇതിനായി ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ കെണി എന്ന് പറയുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് എളുപ്പം ചോദിക്കും എന്താണ് ഈ ഫെറമോൺ കെണി എന്ന് വെച്ചാൽ കേട്ടോ. ഇത് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണെന്നാ. ഓക്കെ ആണോ? കീടനാശിനി എന്ന് വെച്ചാൽ പെസ്റ്റ്. കീടനാശിനികൾ 2 തരമുണ്ട്. രാസ കീടനാശിനിയുണ്ട്, ജൈവ കീടനാശിനി. കീടനാശിനികളെ കുറിച്ച് മാത്രം ചിലപ്പോൾ പരീക്ഷയ്ക്ക് വെക്കാം കുഞ്ഞുങ്ങളെ. 2 തരത്തിലുള്ള കീടനാശിനി. ഒന്ന് കെമിക്കലും ഉണ്ട്, അതുപോലെ തന്നെ ജൈവ ബയോളജിക്കലും ഉണ്ട് അല്ലേ. അപ്പോൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കീടനാശിനിയാണ് രാസകീടം. അപ്പോൾ കേൾക്കുമ്പോഴേ നമുക്കറിയാം അല്ലേ എന്താ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കീടനാശിനികളാണ് രാസകീടനാശിനികൾ. ജൈവ കീടനാശിനികളോ? അപ്പം രാസകീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ഈ ജൈവ കീടനാശിനികൾ. പുകയില കഷായോ അല്ലെ വേപ്പെണ്ണ, ഇമാഷൻ, വെളുത്തുള്ളി, കാന്താരി എന്നിവയുടെ മിശ്രമം തുടങ്ങിയവ ജൈവ കീടനാശിനികളാണ്. പല ജൈവ കീടനാശിനികളും ഇന്ന് വിപണിയിൽ ലഭ്യമാണെന്നാണ് പറയുന്നത്. അതുപോലെ എന്താ ഈ പുകയില കഷായം? അത് മാത്രം എഴുതാൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് വെച്ചാലോ. എന്താണ് ഈ പുകയില കഷായം എന്ന്? 100 ഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വെക്കുക. ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക. ഇതിൽ 10 ഗ്രാം ബാർ സോപ്പ് ലായനി ചേർക്കുക. പുകയില കഷായം തയ്യാറായി. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നീർപ്പിച്ച് ചെടികൾക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ എന്താ പഠിക്കട്ടെ കേട്ടോ. അപ്പം ഓക്കെ, ആ ചാപ്റ്റർ അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അതായത് ഇത് ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ ആണ്. പിന്നെ ആ കൃഷി അന്നും ഇന്നും ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൃഷിയുടെ ചൊല്ലുകളോ അതൊക്കെ സ്വന്തമായിട്ട് എഴുതാനാണ്. നമുക്ക് ഇത്രയും ഈ 5 എണ്ണം നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നേരത്തെ ഈ ആൻസറൊക്കെ കിട്ടിയോ കുഞ്ഞുങ്ങളെ? ടീച്ചർ തന്നായിരുന്നോ? ഇന്ന് ഞാൻ നമ്മുടെ ലിങ്ക് ചെക്ക് ചെയ്തപ്പോഴാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഈ ലെറ്റ്സ് അസസ് അതായത് വിലയിരുത്താം എന്നതിൻ്റെ നോട്ട് ഞാൻ തന്നില്ലെന്ന് ഓർത്തെ. അപ്പോൾ ആ ഫസ്റ്റ് പാഠത്തിൻ്റെ ഉണ്ട്. അടുത്ത 2ാമത്തെ പാഠം ഏതാ? ആസിഡും ബേസും. ഓക്കെ, അതിൻ്റെ ഞാൻ എടുത്തിട്ടുണ്ട്. നോക്കിക്കോ, ആസിഡുകളും ബേസുകളും. ആസിഡിന്റെയും ബേസിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാം കണ്ടായിരുന്നോ എന്തോ? ആസിഡ് എന്താണ്, ബേസ് എന്താണ്, ഉറപ്പായിട്ടും അത് പഠിച്ചിരിക്കണം. ഈ എപ്പോഴും ഞാൻ പടി എന്ന് പറയത്തില്ല. നിങ്ങൾ പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ് കേട്ടോ. പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ, പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ്. നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ഒരു വിഷയമെങ്കിലും നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ആസിഡ്, എന്താണ് ബേസ്, എന്താണ് സൂചകങ്ങൾ എന്നാൽ എന്ത് കേട്ടോ. ആസിഡും ബേസും തമ്മിലുള്ള ആ ഡിഫറൻസ് നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം എന്ത് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് എണീക്കുന്നുള്ളൂന്നോ. അതുപോലെ സോപ്പ് എങ്ങനെ നിർമ്മിക്കാം, ആസിഡിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം, ബേസിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം, ഇതെല്ലാം എന്താ വൃത്തിയായിട്ട് പഠിക്കണം. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ലെറ്റ്സ് അസസ്. ആസിഡിന്റെ സൂചകമായിട്ട് ഉപയോഗിക്കുന്നത് എന്ത്? ഇംഗ്ലീഷും ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കണേ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ആസിഡ്. ആസിഡിന്റെ സൂചകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാ? പതിമുഖമാണ്. പതിമുഖം. വിച്ച് ആസിഡ് ഈസ് യൂസ്ഡ് ടു ഓട്ടോമൊബൈൽ ബാറ്ററി. ഓട്ടോമൊബൈൽ ബാറ്ററിയിൽ ഏത് ആസിഡാണ് യൂസ് ചെയ്യുന്നത് ഒക്കെ അറിയണേ കുഞ്ഞുങ്ങളെ? സൾഫ്യൂരിക് ആസിഡാണ്. മേശപ്പുറത്ത് 3 ബീക്കറിൽ ഇരിക്കുന്ന ദ്രാവകങ്ങളിൽ ആദ്യത്തേത് ജലവും, 2ാമത്തേത് ആസിഡും, 3ാമത്തേത് ബേസുമാണ്. നമ്മൾ ഇതിനെല്ലാം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. ആസിഡും ബേസും തിരിച്ചറിയുന്നത് എങ്ങനെയാ? ഇച്ചിരി എടുത്ത് കുടിച്ചു നോക്കിയാൽ മതി. അപ്പം വാ പൊള്ളുകയാണെങ്കിൽ അതെന്താണ്, ആസിഡ് ആണെന്നൊക്കെ നമുക്കറിയല്ലയോ. അങ്ങനെ തന്നെ പഠിച്ചു നോക്കണം കേട്ടോ. അങ്ങനെയൊന്നും അല്ല കുഞ്ഞുങ്ങളെ. എപ്പോഴും എന്താണ് നമ്മുടെ അങ്ങനെയുള്ള എന്ത് സാധനം കണ്ടാലും ഇറ്റ് ഈസ് നോട്ട് സേഫ് ടു ടച്ച്, ടേസ്റ്റ് ഓർ സ്മെൽ കെമിക്കൽസ് കേട്ടോ. ഇറ്റ് ഈസ് പോയിസണസ്, കൊറോസീവ്. ഇതെന്ന് വെച്ചാൽ രാസവസ്തുക്കൾ നമ്മൾ ഒരിക്കലും, കെമിക്കലുകൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യുക, തൊട്ട് നോക്കുകയോ രുചിച്ച് നോക്കുകയോ അല്ലെങ്കിൽ മണത്ത് നോക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? അത് പോയിസണസ് ആണ്, വിഷമല്ലേ. ടു ഐഡന്റിഫൈ ദം യൂസ്ഡ്. ഇത് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതും പറയുന്നുണ്ട്. എന്താ? ഇൻഡിക്കേറ്റേഴ്സ്. എപ്പോഴും സ്യൂട്ടബിൾ ഇൻഡിക്കേറ്റേഴ്സ്. ടു ഐഡന്റിഫൈ ദം യൂസ്ഡ് സ്യൂട്ടബിൾ ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റേഴ്സ് മീൻസ് സൂചകങ്ങൾ. ആസിഡ് ക്യാൻ ബി ഐഡന്റിഫൈഡ് യൂസിങ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. ബേസ് ക്യാൻ ബി ഐഡന്റിഫൈഡ് യൂസിങ് ഫീനോഫ്താലിൻ കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായോ? പല രാസവസ്തുക്കളും വിഷമുള്ളതോ അല്ലെങ്കിൽ പൊള്ളൽ ഉണ്ടാക്കുന്നതോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് എന്താണ്, അങ്ങനെയുള്ള ഒരു വസ്തുക്കളും നമ്മൾ എന്താണ് കൈയിട്ട് തൊട്ട് നോക്കുകയോ അല്ലെങ്കിൽ നാക്കെ വെച്ച് നോക്കുകയോ അങ്ങനെയുള്ള ഒന്നും. അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ. അതിൻ്റെ ആൻസർ വൃത്തിയായിട്ട് പഠിക്കണേ. അടുത്ത
4-ാമത്തെ ചോദ്യം അതിനകത്തിലെ എന്താണ്? ആസിഡും ലബോറട്ടറികളിൽ ആസിഡുകൾ സൂക്ഷിക്കുന്ന കുപ്പികൾക്ക് ലോഹ അടപ്പുകൾ ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ട്? നോക്കൂ ഞങ്ങളെ, ലബോറട്ടറികളിൽ ആസിഡുകൾ സൂക്ഷിക്കുന്ന കുപ്പികൾക്ക് ലോഹ അടപ്പുകൾ ഉപയോഗിക്കാറില്ല. കാരണം അത് ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ലബോറട്ടറി മെറ്റാലിക് ക്യാപ്പ് ആർ നോട്ട് യൂസ്ഡ് ഫോർ ഗ്ലാസ് ബോട്ടിൽസ് കണ്ടെയ്നിങ് ആസിഡ്. എക്സ്പ്ലെയിൻ. ആസിഡ് റിയാക്ട് വിത്ത് എ മെറ്റൽസ് ആൻഡ് പ്രൊഡ്യൂസ് ഹൈഡ്രോജൻ. ഹൈഡ്രോജൻ ഈസ് എ ഫ്ലെയിമബിൾ ഗ്യാസ്. ഒറ്റ വാക്ക് എഴുതിയാൽ മതി. ഹൈഡ്രോജൻ എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലെയിമബിൾ ഗ്യാസ് ആണ്. ആസിഡ് റിയാക്ട് വിത്ത് ദ മെറ്റൽസ് ആൻഡ് പ്രൊഡ്യൂസ് ഹൈഡ്രോജൻ. ഹൈഡ്രജൻ ഈസ് എ ഫ്ലെയിമബിൾ ഗ്യാസ്. ആ 2 വരി ആകുമ്പോഴത്തേക്കുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട 2 വരിയാണ്. അതായത് ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് വേഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. കത്തുന്ന വാതകമായ ഹൈഡ്രജൻ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് അപകടകരമായതിനാൽ ആസിഡ് സൂക്ഷിക്കുന്ന കുപ്പികൾക്ക് ലോഹ അടപ്പുകൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല എന്നാണ്. ഇംഗ്ലീഷ് മലയാളവും കിട്ടിയല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? അതായത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ആസിഡുകളുടെയും, ഇവിടെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ നിങ്ങളെ? 5-ാമത്തെയാണ് ഞാൻ പറയുന്നത്. 5 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ആസിഡുകൾക്ക് യോജിക്കുന്നവയും ബേസുകൾക്ക് യോജിക്കുന്നവയും, അതായത് ആസിഡും ബേസുകളും എപ്പോഴും എന്താണ്, ഞാൻ ഫസ്റ്റിൽ തന്നെ ഈ ചാപ്റ്റർ എടുക്കുമ്പോഴേ നമ്മൾ പറയുന്നത് എന്താണ്, അത് രണ്ടും കൂടെ തിരിച്ചറിയുക എന്നതാണ് കേട്ടോ. അത് രണ്ടും കൂടി എങ്ങനെ തിരിച്ചറിയാം? ആസിഡുകൾക്ക് എന്താവും നിങ്ങളെ, ആസിഡുകളെ കുറിച്ചും ബേസ് നമ്മൾ കുറേ നോട്ട് എഴുതിയതാണ്. ഇനി അത് ഞാൻ എന്നാലൊന്ന് പറയാം. പുളി രുചിയുണ്ട് ആസിഡിന്. മീഥൈൽ ഓറഞ്ച് ചേർത്താൽ അത് പിങ്ക് നിറമായിട്ട് ലഭിക്കും. പതിമുഖ വെള്ളത്തിന്റെ നിറം അത് മഞ്ഞയാക്കുന്നു. ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കും. ഏത്? ആസിഡാണ്. എന്നാലോ ബേസോ ഫീനോഫ്താലിൻ ചേർത്താൽ അത് പിങ്ക് നിറമാകുന്നു. ബേസുകൾക്ക് എപ്പോഴും വഴുവഴുപ്പുണ്ട്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. ഒരുമാതിരി കാരരുചി വേറെ കുറേ ഒക്കെ ഉണ്ടല്ലോ. സോപ്പ് ഓർമ്മയുണ്ടോ? കുളിക്കാൻ നേരം സോപ്പ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത 6-ാമത്തത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ. ആസിഡ് ബേസ് എന്നിവയെ തിരിച്ചറിയാവുന്ന വിവിധ സൂചകങ്ങൾ അല്ലെ, ഇൻഡിക്കേറ്റർ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് പറയാനും. ആസിഡും ബേസും നമുക്ക് തിരിച്ചറിയാൻ നിങ്ങൾ എന്തെങ്കിലും ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഏതൊക്കെയാണ്? ഇൻഡിക്കേറ്റർ ആസിഡിൻ്റെ സൂചകങ്ങൾ, ബേസിൻ്റെ സൂചകങ്ങൾ. അതിൽ ഇൻഡിക്കേറ്റർ ആസിഡ്, ഇൻഡിക്കേറ്റർ ബേസ്. നാച്ചുറലും ഉണ്ട്, ലാബും ഉണ്ട് അല്ലേ? ഇവിടെയുണ്ട് നാച്ചുറൽ ഉണ്ട്, ലാബും ഉണ്ട്. നാച്ചുറൽ ആണെങ്കിലോ പേപ്പർ റബ്ബഡ് വിത്ത് ഹിബിസ്കസ് പേപ്പർ, ചുവന്ന ചെമ്പരത്തിപ്പൂ ഉരച്ച അതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, ഉരച്ച കടലാസ്. പിന്നെ വാട്ടർ ബോയിൽഡ് വിത്ത് പതിമുഖം. നമ്മൾ ഇതൊക്കെ പ്രകൃതി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. ബോയിൽഡ് വിത്ത് പതിമുഖം തിളപ്പിച്ച വെള്ളം അല്ലേ. ലാബിലാണെങ്കിലോ പതിമുഖം കൊണ്ടാണോ ചെയ്യുന്നത്? അല്ല, മീഥൈൽ ഓറഞ്ചും ബ്ലൂ ലിറ്റ്മസും ഒക്കെയാണ് ലാബിൽ ഉപയോഗിക്കുന്നത്. ഓക്കെയാണോ നിങ്ങളെ? നാച്ചുറൽ എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതി നമ്മൾ ചെയ്യുന്ന, ഇപ്പം പൂവൊക്കെ പറിച്ചിട്ട് ഉരയ്ക്കുകയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷെ ലാബിൽ ചെയ്യുന്ന മീഥൈൽ ഓറഞ്ചും ബ്ലൂ ലിറ്റ്മസുമാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ബേസോ, ഇത് ആസിഡും ഇത് ബേസുമാണ്. നാച്ചുറൽ ആണെങ്കിൽ എന്താ, മഞ്ഞൾ ഒരു ഇമ്പോർട്ടൻ്റ് ബേസാണ് കേട്ടോ. പിന്നെ ബോയിൽഡ് ഷീറ്റ് എന്താ, ബീട്രൂട്ട് ഉണ്ടല്ലോ, ബീട്രൂട്ട് വെള്ളം കണ്ടിട്ടുണ്ടോ? അത് ഒരു നാച്ചുറൽ ബേസാണ് കേട്ടോ. എന്നാൽ ലാബിലാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഫീനോഫ്താലിൻ, പിന്നെ അതുപോലെ ചുവന്ന ലിറ്റ്മസ്, ഇതെല്ലാം എന്താണ്? ബേസുമാണ്. അപ്പോൾ സൂചകങ്ങളാണ് നമ്മൾ ഈ 2 ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെയൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്, എന്നാലും നിങ്ങൾക്ക് ആൻസർ അറിയണ്ടേ, അതുകൊണ്ടാണ് എഴുതിയത്. അപ്പോൾ ഈ 2 ചാപ്റ്ററിൻ്റെ ലെറ്റസസ് നമ്മൾ പഠിച്ചു. അതായത് എന്താ നിങ്ങളെ മലയാളത്തിൽ പറയുന്നത്? വിലയിരുത്തുക അല്ലേ. വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന്. ഈ 2 ചാപ്റ്റർ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ, നിങ്ങൾക്ക് അടുത്ത 2 ചാപ്റ്ററിനെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ ഇടാം. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ, താങ്ക് യു.